ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ്, അതായത് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കും, പക്ഷേ നമുക്കതൊന്നും സാധിക്കുകയുമില്ല. ഉദാഹരണമായിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, അടുത്ത മാസം നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണമുണ്ട്, നമുക്ക് പോകണം. നമ്മളിങ്ങനെ സ്വപ്നം കാണും, നമ്മൾ പോകുന്നതും നല്ല ഉടുപ്പിടുന്നതും അവിടെ ചെന്ന് സന്തോഷിക്കുന്നതും ഒക്കെ സ്വപ്നം കാണും. പക്ഷേ ആ കല്യാണം ആകുന്ന സമയമാകുമ്പോഴേക്കും ഒന്നുകിൽ നമുക്ക് പനി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ഒരു പക്ഷെ പോകാൻ പോലും ചിലപ്പം പറ്റിയെന്ന് വരില്ല. ഇനി അഥവാ പോയാലും നമ്മൾ ആ സ്വപ്നം കണ്ടതുപോലെയൊന്നും നടക്കുകയുമില്ല. ഇതൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് മാത്രമാണ്. എന്നാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ധാരാളം പണമുള്ള ആളുകളൊക്കെ അവരാഗ്രഹിച്ച കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നു, അവർക്കെല്ലാ സുഖസൗകര്യങ്ങളും എപ്പോഴും കിട്ടുന്നു. പക്ഷെ നമുക്ക് മാത്രം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നടക്കുന്നില്ല. ഒരു കല്യാണത്തിന് പോകണം എന്നുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകണം അടുത്ത മാസം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പോലും ചെറിയ ആഗ്രഹങ്ങളാണ്. എങ്കിൽ പോലും നമുക്കതൊന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? അപ്പോൾ നമ്മൾ പറയും, ഭാഗ്യദോഷിയാണ്, ഞാനൊരു ഭാഗ്യദോഷിയാണ്, എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഈ ഭാഗ്യമൊന്നും ഉണ്ടാകാത്തത്? അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗ്യം ഇങ്ങനെ വരുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. നമുക്കതറിയില്ല. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള വിജയിച്ച ആളുകൾ, അതായത് ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്കറിയാം എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്നുള്ളത്. ഒന്നാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയ ആരോപണത്തിലൊക്കെ പെട്ടിരിക്കുന്ന ആളുകൾ, അവരെത്ര തന്നെ ആരോപണങ്ങൾ അവർക്കുണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു മാനസികമായ കരുത്ത് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ, അവര് ആ കരുത്തുകൊണ്ട് അവരതിനെയൊക്കെ എന്തു ചെയ്യും? ഓവർകം ചെയ്യും. എന്നാൽ നമ്മളോ, ഒരു ചെറിയ പ്രശ്നം അങ്ങ് ദൂരെ കൂടെ പോയാൽ മതി, അപ്പോഴേ ഒടിഞ്ഞു കുത്തി താഴെ വീണ് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും, ഞാൻ എന്തു ചെയ്യും, എനിക്ക് ഒരു ഭാഗ്യവുമില്ല, ഞാനൊരു ഭാഗ്യദോഷിയാണ്, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എനിക്കതിനുള്ള കഴിവില്ല, ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യും? അങ്ങ് നിരാശയുടെ പടുകുഴിയിലേക്ക് അങ്ങ് വീഴും. എന്നാൽ മറ്റു ചില മനുഷ്യരോ, അവര് എന്ത് മലവെള്ളം പാഞ്ഞു വന്നാലും അതിനെയൊക്കെ നേരിടും. അങ്ങനെ നേരിടുന്ന ആളുകൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഏറ്റവും ആദ്യമായി വേണ്ടത് ആത്മവിശ്വാസമാണ്. ചില ആളുകളെ കണ്ടിട്ടുണ്ടോ, അതായത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ. അതായത് നിങ്ങൾക്ക് ജോലി മേടിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോട്ടറി എടുക്കൂ, നിങ്ങൾക്ക് കുറേ പണം അതിനകത്തുനിന്ന് കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതുപോലെ വിവാഹ തട്ടിപ്പുകാരെ, ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ പോലും നടക്കുമെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കും. നമ്മൾ എങ്ങനെയാണ് അവരുടെ ആ വിശ്വാസത്തിൽ വീണു പോകുന്നത്? അവർ പറയുന്ന ആ തട്ടിപ്പിൽ എങ്ങനെയാണ് വീണു പോകുന്നത്? അവരുടെ ആ അപ്പിയറൻസ്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കാണുമ്പോൾ തന്നെ ഇവൻ അല്ലെങ്കിൽ ഇവൾക്ക് എന്തൊക്കെയോ സാധിക്കും, എന്തിനൊക്കെയോ ഉള്ള കഴിവുണ്ട് എന്ന ഒരു തോന്നൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നന്നായി സംസാരിക്കും, അവർക്കതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ ആ വർത്തമാനത്തിൽ നമ്മൾ വീണു പോകുന്നത്. അപ്പം അവിടെയും അവർക്ക് എന്താണുള്ളത്? നല്ല ആത്മവിശ്വാസം. എനിക്ക് ഈ തട്ടിപ്പിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് അവർ നന്നായി എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തോടു കൂടി, നല്ല ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾക്ക് ഞാനത് സാധിച്ചു തരാം എന്ന് ഉറപ്പോടുകൂടി നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ അതിൽ വീണു പോകുന്നത്.
ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മവിശ്വാസം വേണം. എന്ത് കാര്യവും ചെയ്ത് വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. നമുക്കിത് സാധിക്കും. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ, അതായത് ആ ബ്ലോക്കുകൾ, ആ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് മാറാനായിട്ട് നമ്മൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കണം. ആ ടെക്നിക്കുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട്, ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് നമ്മുടെ ജാതകം എല്ലാം നിർണയിക്കുന്നത് ആരാണ്? മഹാജ്യോതിഷിയായ മുരുകദേവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ഈ ഭാഗ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എന്തു ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഭാഗ്യദോഷികളായ മനുഷ്യര് നിർബന്ധമായും മുരുകദേവനെ പ്രാർത്ഥിക്കണം. ഓം മുരുകായ നമ, അല്ലെങ്കിൽ ഓം സ്കന്ദദേവായ നമ, ഓം ശരവണ ഭവായ നമ, ഇതിലേതെങ്കിലുമൊക്കെ ദിവസവും വലിയ ഭാഗ്യദോഷികൾ 1008 തവണ ജപിച്ചോളൂ. അല്ല, കുറച്ചൊക്കെ ഭാഗ്യമുള്ളവർ 108 തവണ ജപിച്ചോളൂ. എത്ര തവണ ജപിക്കാൻ സാധിക്കുന്നോ അത്രയും തവണ ജപിച്ചോളൂ. ആ നാമം നിർബന്ധമായും ജപിക്കണം. അതുകൂടാതെ ഏത് ജപം തുടങ്ങുന്നതിന് മുമ്പും വിനായകനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ മുരുകദേവനെ പ്രാർത്ഥിക്കാനായിട്ട്. അത് നമ്മുടെ ഈ ബ്ലോക്കുകൾ മാറ്റാനായിട്ട്, നമുക്കുള്ള ആ ഭാഗ്യദോഷം മാറ്റാനായിട്ട് മുരുകദേവനോടുള്ള പ്രാർത്ഥന വളരെയധികം സഹായം ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്വിച്ച് വേർഡാണ്. വളരെ പവർഫുള്ളായ, എനിക്ക് സ്വയം അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ മുരുകദേവനെ പ്രാർത്ഥിച്ചിട്ട് വേണം, അതായത് ആദ്യം വിനായകനെ പിന്നീട് മുരുകദേവനെ, ഈ രണ്ടു പേരെയും പ്രാർത്ഥിച്ചതിനു ശേഷം വേണം ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ജപിക്കാനായിട്ട്. ഈ സ്വിച്ച് വേർഡ് ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് 3:30 മണി മുതൽ 4 മണി, അതായത് വെളുപ്പിനെ 3:30 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ്. 3:30 മണി മുതൽ 4 മണി, അല്ലെങ്കിൽ പരമാവധി 4:30. ആ 4:30-ക്കുള്ളിൽ ഈ പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കുള്ള ആ നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ മാറി നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകാനും നമ്മുടെ ബുദ്ധി തെളിയാനും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും. ആദ്യമായി അതിരാവിലെ എഴുന്നേൽക്കുക, ശരീരശുദ്ധിയൊക്കെ വരുത്തുക. അതിനുശേഷം ഒരു മൺചിരാതിൽ അല്പം എണ്ണ ഒഴിച്ച് ഒരു ദീപം തെളിയിക്കുക. നെയ്യാകാം, കടുകെണ്ണയാകാം, നല്ലെണ്ണയാകാം. കടുകെണ്ണ വളരെ നല്ലതാണ് അതിരാവിലെയുള്ള ഈ ദീപം തെളിയിക്കുന്നതിനായിട്ട്. തെളിയിച്ചതിന് ശേഷം ആദ്യം വിഘ്നേശ്വരനെ ഒന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം മുരുകദേവന്റെ നാമം ജപിക്കുക. അതിനുശേഷം ഞാനിപ്പോൾ പറയുന്ന ഈ മാജിക് സ്വിച്ച് വേർഡ് നിങ്ങൾ ഒരു 108 തവണ ജപിക്കുക. ഈ സ്വിച്ച് വേർഡ്, ഈ പ്രാർത്ഥന കഴിയുന്നതും എല്ലാ ദിവസവും ഒരേ സമയത്തു തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ത്രീകളാണെങ്കിൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ജപിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ എണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കേണ്ട. അതിനു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെഴുകുതിരി തെളിയിക്കാം. ഇനി മെഴുകുതിരി തെളിയിക്കുന്നതിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ദീപം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം? പ്രാർത്ഥിക്കാം. ഏത് സമയത്തായാലും, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും മുരുകദേവനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, വിനായകനെയും പ്രാർത്ഥിക്കാം. മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഓ മുരുകായ നമ എന്ന് ജപിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ കഴിയുന്നതും അടുപ്പിച്ച്
ഒരു 21 ദിവസമെങ്കിലും ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളും അകലുകയും ഈ നെഗറ്റീവ് ചിന്താഗതികളെല്ലാം മാറുകയും നമ്മുടെ ബ്ലോക്കുകളെല്ലാം മാറി നമ്മൾ കറക്റ്റായ ആ ഒരു പാതയിലേക്ക് പോവുകയും ചെയ്യും. അനുഭവസ്ഥ ധാരാളമുണ്ട്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ജപിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ, ഇതൊക്കെ വെറുതെ ചെയ്യുന്നതല്ലേ, എന്തായാലും മാഡം പറഞ്ഞതല്ലേ, ഒന്ന് ജപിച്ചേക്കാം, ഇങ്ങനെ കരുതി ജപിക്കരുത്. ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, എനിക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, എനിക്കതൊക്കെ സാധിക്കും. ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ എന്നെ അപമാനിച്ചാലും അവരുടെ മുമ്പിലൊക്കെ എനിക്ക് വിജയിച്ച് അവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് എനിക്ക് പറ്റും. തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ നേടും. ഇപ്പോൾ തൽക്കാലം ചില തിരിച്ചടികളൊക്കെ ഉണ്ടായി എന്നേ ഉള്ളൂ, പക്ഷെ അതിനകത്തു നിന്നൊക്കെ ഞാൻ മുന്നേറി മുമ്പോട്ട് പോകും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, ഭഗവാൻ എന്നെ രക്ഷിക്കും, ഈ പ്രകൃതി എൻ്റെ കൂടെ ഉണ്ടാകും, എനിക്കതിനുള്ള കഴിവുണ്ട്, തീർച്ചയായിട്ടും എന്നെ കൊണ്ടത് പറ്റും എന്ന് ഉറച്ചു വിശ്വസിച്ച് മനസ്സൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് തല നിവർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ സ്വിച്ച് വേർഡാണ് ഗോൾഡൻ സൺറൈസ് ക്ലിയർ നൗ. ഇത് 108 തവണ നിങ്ങൾ ഇങ്ങനെ ജപിക്കണം. 108 തവണ ജപിക്കണം. അതിനുശേഷം നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചത്, ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ആ മനോഹരമായ ആ വീട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ആ വീട്ടിൽ ഇങ്ങനെ നിങ്ങൾ താമസിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ സ്വപ്നം കാണണം. എന്താഗ്രഹമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ആഗ്രഹം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കണം. എന്നിട്ട് യൂണിവേഴ്സിനോട്, ഈ പ്രകൃതിയോട്, സർവശക്തനായ ഭഗവാനോട്, പരമാത്മാവിനോട് എന്ത് ചെയ്യണം? നിങ്ങൾ നന്ദി പറയണം. ഭഗവാനെ, അങ്ങേക്ക് നന്ദി ഞാൻ പറയുന്നു, ഇതെനിക്ക് തന്നല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ സൗഭാഗ്യങ്ങളാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങളിപ്പോൾ ഒരു കാറാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചുകൊള്ളുക. അപ്പം നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്, നിങ്ങൾക്കൊരു ചെറിയ ജോലിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് താമസിക്കാൻ ഒരു വീട് തന്നതിന് പരമാത്മാവിനോട് ഞാൻ നന്ദി പറയുന്നു, അല്ലെങ്കിൽ ഈ പ്രകൃതിയോട്, യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, ആ ജോലി എനിക്ക് തന്നതിന് നന്ദി പറയണം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾക്ക് ഉള്ളതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ആ കാര്യം, നിങ്ങൾ അമിതമായി ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അതിങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പിന്നീട് നിങ്ങളുടെ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു ഫലം നിങ്ങൾക്ക് ആ ജോലിയിലൂടെ ലഭിക്കും. നിങ്ങൾ പിന്നീട് പഠിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഇത്ര മാർക്കാണ്, 60% മാർക്കാണ് കിട്ടിയതെങ്കിൽ, പിന്നീട് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു 90-95% മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ പഠിക്കാതിരിക്കരുത്. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ദിവസം 1000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ, അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വേർഡ് അങ്ങോട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്ക് അതൊരു 2000-ഓ 3000-ഓ ആയി, അല്ലെങ്കിൽ 5000-ഓ ആയി വർദ്ധിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ചിലർക്കൊന്നും അത് ഇങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് വർക്ക് ചെയ്യത്തില്ല. അതിന് കാരണം എന്താണ്? ഇവരുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ട്? ആശങ്കയുണ്ട്. നിങ്ങളിത് രാവിലെ പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം അന്ന് തന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്നു. നിങ്ങൾ വിചാരിക്കുമ്പോൾ അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആ 1000 രൂപ ചിലപ്പോൾ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ട് പെട്ടെന്ന് 500 രൂപയായിട്ട് കുറയും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരും? കണ്ടോ, ഞാൻ ഇന്നിത് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ വരുമാനത്തിൽ അല്പം കുറവ് വന്നത്, അതുകൊണ്ട് ഇനി ഇത് വേണ്ട. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകും. അങ്ങനെ ഒരിക്കലും പോകരുത്. കാരണം ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. പക്ഷേ നിങ്ങൾ ആ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ കൃത്യമായി ഒന്ന് ജപിച്ചു വരുമ്പോൾ എന്തൊക്കെ നെഗറ്റീവുകളുണ്ടോ ആ നെഗറ്റീവുകളൊക്കെ മാറിയിട്ട് നിങ്ങൾ ഒരു പോസിറ്റീവിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ ബ്ലോക്കുകളൊക്കെ
കുറേശ്ശെ കുറേശ്ശെ അഴിഞ്ഞഴിഞ്ഞു പോകും. പെട്ടെന്ന് ഈ നെഗറ്റീവ് ബ്ലോക്കുകൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലുള്ള ആ നെഗറ്റീവ് ശക്തികൾ നമ്മളെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപദ്രവിക്കും. പക്ഷെ നമ്മൾ പൂർണ്ണ ബലത്തോടു കൂടി നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ഈ നെഗറ്റീവുകളെല്ലാം പേടിച്ചോടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ പൂർണ്ണമായ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഗോൾഡൻ സൺറൈസ് ക്ലിയർ നൗ. ഇത് 108 തവണ എല്ലാ ദിവസവും ഒരേ സമയത്ത് ജപിക്കുക. ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം 3:30 മുതൽ വെളുപ്പിനെ 3:30 മുതൽ 4 മണി വരെയാണ്. ആ സമയത്ത് ജപിക്കാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും ആ സമയത്ത് ജപിക്കുക. അതല്ല, അതിനുശേഷമേ പറ്റത്തുള്ളെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ജപിക്കുക. കഴിവതും രാവിലെ തന്നെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരുപാട് വണ്ടി പോകുന്ന ശബ്ദം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ വർത്തമാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പലതിലേക്കും ഇങ്ങനെ പാളിപ്പോകും. അതിരാവിലെ ആണെങ്കിൽ പ്രകൃതി പോലും നിശ്ചലമായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും എപ്പോഴാണോ നിങ്ങൾ ചെയ്യുന്നത് ആ സമയം സ്ഥിരമായി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നതും അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഒന്ന് ചെയ്തു നോക്കൂ, വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ. വളരെ വളരെ പവർഫുള്ളായ ഒരു സ്വിച്ച് വേർഡാണ് ഗോൾഡൻ സൺറൈസ് ക്ലിയർ നൗ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഹരേ കൃഷ്ണ.